السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ സഹോദരങ്ങൾ കൊണ്ടുപോവുകയും ഒരു കിണറ്റിൽ തള്ളിയിടുകയും എന്നിട്ട് ഒരു ആടിനെ അറുത്ത് അതിൻ്റെ രക്തം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുപ്പായത്തിൽ പുരട്ടി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ ചെന്നായ പിടിച്ചു എന്ന് ഉപ്പയായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവർ കളവ് പറയുന്ന രംഗം. ആ സമയത്ത് അത് മനസ്സിലാക്കിയ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഫസബറുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുകയാണ്, നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇൻഷാ അള്ളാഹ് ഇനി അതിനു ശേഷമുള്ള ഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون. وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون. ولما
بلغ أشده آتيناه حكما وعلما وكذلك نجزي المحسنين وجاءت سيارة وجاءت അപ്പോൾ വന്നു സയ്യാറ ഒരു യാത്രാസംഘം സയ്യാറ ഖാഫില യാത്രാസംഘം അർസലു അങ്ങനെ അവർ അയച്ചു അർസല യുർസിലു ഇർസാലൻ അയക്കുക അർസലു അവർ അയച്ചു വാരിദഹും അവരുടെ വാരിദിനെ വാരിദ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി വെള്ളം തേടിപ്പിടിച്ച് കൊണ്ടുചെന്ന് കൊടുക്കുന്ന ആൾക്കാണ് വാരിദ് എന്ന് പറയുന്നത്. ധാരാളം അർത്ഥങ്ങളുള്ള ഒരു വേർഡാണ് ഇവിടെ. അതുകൊണ്ടുള്ള ഉദ്ദേശം വറദ യരിദു വുറൂദൻ, വാരിദ് എന്ന് പറഞ്ഞാൽ ഒന്നിന് നേരെ മുന്നിട്ട് പോയി അത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾ. ഇവിടെ ഉദ്ദേശം വെള്ളം ശേഖരിച്ച് കൊണ്ട് ചെന്ന് കൊടുക്കുന്ന ആൾ. ഏതൊരു യാത്രാ സംഘത്തിലും ഓരോ കാര്യങ്ങൾക്ക് ഓരോ ആളുകളായിരിക്കും ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു യാത്രാസംഘം ഇറങ്ങിയാൽ അവിടെ പരിസരങ്ങളിൽ എവിടെയാണ് വെള്ളമുള്ളത്, കിണറുകളുള്ളത്, അരുവികളുള്ളത്, അത് അന്വേഷിച്ച് അവിടെ പോയി വെള്ളമെടുത്ത് കൊണ്ടുവരുന്ന ആൾക്കാണ് വാരിദെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ യാത്രാസംഘം വന്നപ്പോൾ അവർ അവരുടെ വാരിദിനെ അഥവാ വെള്ളം കൊണ്ടുവരുന്ന ആളെ വെള്ളം അന്വേഷിക്കുവാൻ വേണ്ടി അയക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഈ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അവർ കൊണ്ടുചെന്നിട്ട ജുബിൻ്റെ അടുക്കലാണ് എത്തിയത്, ആ കിണറിൻ്റെ അടുക്കലാണ് എത്തിയത്. അങ്ങനെ ഫഅദ്ല ദൽവഹു, ദൽവു എന്ന് പറഞ്ഞാൽ ബക്കറ്റ്, വെള്ളം കോരിയെടുക്കുന്ന പാത്രത്തിനാണ് ദൽവു എന്ന് പറയുന്നത്. അദ്ല എന്ന് പറഞ്ഞാൽ കിണറിലേക്ക് താഴ്ത്തുക. അദ്ല യുദ്ലി ഇദ്ലാഅൻ, അദ്ല യുദ്ലി ഇദ്ലാഅൻ, അയച്ചിടുക, അഴിച്ചിടുക, ഇടുക, പറഞ്ഞയക്കുക എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. താഴ്ത്തിയിടുക എന്നർത്ഥമുണ്ട്. ഫഅദ്ല ദൽവഹു, അങ്ങനെ ആ വ്യക്തി തൻ്റെ ബക്കറ്റ്, വെള്ളം കോരുന്ന പാത്രം കിണറിലേക്ക് ഇട്ടു. ആ സമയത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കിണറിലുണ്ട്. ആ കയറ് ചാടിപ്പിടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ബുഷ്റ, സന്തോഷമേ, ആഹ്ലാദമേ, ഹാദാ ഗുലാം, ഇതാ ഒരു ചെറിയ കുട്ടി, പ്രായപൂർത്തി എത്താത്ത എന്നാൽ ചെറിയ കുട്ടിപ്രായം കഴിഞ്ഞ ആൺകുട്ടികൾക്കാണ് ഗുലാം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, യാ ബുഷ്റ, സന്തോഷം, ആഹ്ലാദം, ഹാദാ ഗുലാമുൻ, ഇതാ ഒരു ചെറിയ കുട്ടി, ഒരു ബാലൻ, ഒരു ബാലനെ കിട്ടിയിരിക്കുന്നു. വ അസറൂഹു, അസറ യുസിറു ഇസ്റാറൻ, രഹസ്യമാക്കുക. അസറ എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കുക. വ അസറൂഹു, അവർ അവനെ അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ രഹസ്യമാക്കി. എങ്ങനെ? ബിദാഅതൻ, ഒരു ചരക്ക് മുതൽ എന്ന നിലക്ക്, ഒരു കച്ചവടത്തിനുള്ള ഒരു അടിമ എന്നുള്ള നിലക്ക്, വിൽപ്പനക്കുള്ള ഒരു അടിമ എന്നുള്ള നിലക്ക് അവർ മറ്റുള്ള ആളുകളിൽ നിന്ന് അവനെ രഹസ്യമാക്കി വെച്ചു. കിണറിൽ നിന്ന് കിട്ടിയതാണ് എന്ന് അറിയിച്ചില്ല, മറിച്ച് അവർ വില കൊടുത്ത് വാങ്ങിയതാണ് എന്ന അർത്ഥത്തിൽ അവർ രഹസ്യമാക്കി വെച്ചു. ബിദാഅത്ത് എന്ന് പറഞ്ഞാൽ കച്ചവട വസ്തുവിന്, വിൽപ്പന ചരക്കിനാണ് ബിദാഅ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കച്ചവട വസ്തു എന്നുള്ള നിലക്കുള്ള അല്ലെങ്കിൽ ഒരു അടിമ എന്നുള്ള നിലക്ക് അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യം മറച്ചു വെച്ചു. വല്ലാഹു അലീമും ബിമാ യഅമലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അറിയുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അറിയുന്നവനാകുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വജിഹുകൾ, അതിനുള്ള കാരണങ്ങൾ അള്ളാഹു നേരത്തെ ഖദറാക്കിയതനുസരിച്ച് സംഭവിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ്
ആ യാത്രാസംഘം ആ വഴിയിലൂടെ തന്നെ വരുന്നു. മനുഷ്യഹൃദയങ്ങളുടെ കടിഞ്ഞാണുകൾ അള്ളാഹുവിൻ്റെ കൈകളിലാണ്. മനുഷ്യഹൃദയങ്ങളുടെ കടിഞ്ഞാൺ റഹ്മാനായ റബ്ബിൻ്റെ കൈകളിലാണ്. അവൻ പറയുന്നതനുസരിച്ച് മനുഷ്യൻ ചിന്തിക്കും, പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ആ യാത്രാസംഘത്തിന് അതിലൂടെ വരാനുള്ള ഒരു അവസരം അള്ളാഹു ഉണ്ടാക്കി. ഏതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജർ റളിയല്ലാഹു തആല അൻഹയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെയും ആരോരുമില്ലാത്ത, വെള്ളം പോലുമില്ലാത്ത, ഒരു കൃഷിയില്ലാത്ത, ഒരു ഈത്തപ്പന പോലും വളരാത്ത മരുഭൂമിയിൽ കൊണ്ടുചെന്നാക്കി. പക്ഷേ ഒരു യാത്രാസംഘം ദൂരെ കൂടി പോകുമ്പോൾ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ നിലക്ക് വെള്ളം കാണുന്നിടത്താണ് ആ പക്ഷികളെ കാണുക എന്ന് യാത്രാസംഘത്തിനറിയാം. അപ്പോൾ അവർ പറഞ്ഞു, എവിടെയോ വെള്ളമുണ്ട്, അതുകൊണ്ടാണ് ആ പക്ഷികൾ അവിടെ വട്ടമിട്ട് പറക്കുന്നത്, നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. നോക്കൂ, അള്ളാഹു അവസരമുണ്ടാക്കുന്നത്. അപ്രകാരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്ത്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അപ്പോൾ ഈ യാത്രാസംഘം അതിലൂടെ വരാൻ അള്ളാഹു ഖദറാക്കുകയാണ്. വജാഅത് സയ്യാറത്തുൻ, യാത്രാസംഘം വന്നു. മാത്രമല്ല, കറക്റ്റ് ആ സ്പോട്ടിലെത്തിയപ്പോഴാണ് വെള്ളം അന്വേഷിക്കാൻ പറഞ്ഞയക്കുന്നത്. വേറെ എവിടെ നിന്നും അവർക്ക് വെള്ളം അന്വേഷിക്കാം. പക്ഷേ ഫഅർസലൂ വാരിദഹും, അവരവിടെ വെച്ച് ഈ വെള്ളത്തിന് വേണ്ടി അന്വേഷിക്കണമെന്ന് അവർക്ക് തോന്നുകയാണ്. വെള്ളം കൊണ്ടുവരുന്ന ആളെ അയച്ചു. അങ്ങനെ ഫഅദ്ലാ ദൽവഹു, തൻ്റെ ബക്കറ്റ്, വെള്ളം കോരുന്ന പാത്രം അയാൾ അതിലേക്ക് ഇടുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഫതഅല്ലഖ യൂസുഫ് ബിൽ ഹബ്ലി ഫഖറജ്, ആ കയറിൽ പിടിച്ച് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കയറുകയുണ്ടായി. ഫലമ്മാ റആഹു സാഹിബുൽ ഹബ്ൽ, അപ്പോൾ ആ കയറിൻ്റെ ആൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടപ്പോൾ ഖാല യാ ബുഷ്റാ ഹാദാ ഗുലാം, സന്തോഷമേ, ആഹ്ലാദമേ, ഇതാ ഒരു കുട്ടി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. വെള്ളം പ്രതീക്ഷിച്ച് പൊന്തിച്ചു നോക്കുമ്പോൾ നല്ല ഒരു കുട്ടി, നല്ല സൗന്ദര്യമുള്ള ഒരു ആൺകുട്ടിയെ കാണുകയാണ്. ഇവിടെ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞു, യാ ബുഷ്റ എന്നത് ആ യാത്രാ സംഘത്തിൽ ഒരാളുടെ പേരാണ്, അയാളെ വിളിച്ചതാണ്. യാ ബുഷ്റ ഹാദാ ഗുലാം. പക്ഷേ അത് ദുർബലമായ ഒരു അഭിപ്രായമാണ്. മറിച്ച് അതുകൊണ്ടുള്ള അർത്ഥം ബിഷാറത്തിൽ നിന്നുള്ള ബുഷ്റയാണ്, സന്തോഷം, ആഹ്ലാദം. അപ്പോൾ ഒരു വ്യക്തി തന്നോട് തന്നെ പറയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ യാത്രയിലെ മറ്റുള്ള ആളുകളോട് പറയുന്ന രൂപത്തിലാണത്. യാ ബുഷ്റ, സന്തോഷം, ആഹ്ലാദം. ഹാദാ ഗുലാമുൻ, ഇതാ ഒരു കുട്ടിയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. വഅസറൂഹു ബിദാഅ, വഅസറൂഹു ബിദാഅതൻ, ഒരു വിൽപ്പന ചരക്ക്, ഒരു കച്ചവട വസ്തു എന്നുള്ള നിലക്ക് അവർ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാര്യം മറച്ചുവെച്ചു. ആരാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാര്യം ഇവിടെ മറച്ചു വെച്ചത്? പ്രധാനപ്പെട്ട രണ്ട് തഫ്സീറുകളാണ് ഇതിനുള്ളത്. അതിലൊന്ന്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാരണം അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു, ആരെങ്കിലും വരുന്നുണ്ടോ, രക്ഷപ്പെടുത്തുന്നുണ്ടോ എന്ന് അവർ നോക്കുകയായിരുന്നു. കാരണം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കൊല്ലേണ്ടതില്ല, കിണറിലിട്ടാൽ മതി എന്നത് അവർ ഇത്തിഫാക്കുള്ള കാര്യമാണ്. അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുന്നതിനെ അവർ ഇഷ്ടപ്പെട്ടില്ല. മറിച്ച് നാട് കടന്നു പോകണം, ഉപ്പയിൽ നിന്ന് അവൻ അകലണം, അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അവർ വന്നു നോക്കുകയും കിണറിൻ്റെ പരിസരത്ത് നിൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ യാത്രാസംഘത്തിന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കിട്ടിയപ്പോഴേക്ക് അവർ ഓടി വന്നു. എന്നിട്ട് അവർ ഒരു നേരത്തെ ചെയ്തതുപോലെയുള്ള ഒരു സീനുണ്ടാക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു അടിമക്കുട്ടി ഓടിപ്പോയിട്ടുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും കിട്ടിയോ? കാരണം അവർ കാണുന്നുണ്ട്, അവരെടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങളുടേതാണ്, പിന്നെ ഞങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു, അധിക വിലയൊന്നും വേണ്ട, ചെറിയ വില മതി. അങ്ങനെ അവർ ഒരു വിൽപ്പന വസ്തു എന്നുള്ള നിലക്ക് അവരുടെ സഹോദരൻ എന്നുള്ളത് മറച്ചു വെച്ചു. അസറൂഹു ബിദാഅത്ത്,
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും പറഞ്ഞില്ല അത് ഞങ്ങളുടെ ഇതെൻ്റെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞില്ല. കാരണം അങ്ങനെ ആകുമ്പോൾ എന്നെ അവർക്ക് തിരിച്ചു കൊടുക്കും, പിന്നെ അവർ എന്നെ കൊന്നുകളയുമെന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും ഭയപ്പെട്ടു. അതുകൊണ്ട് യൂസുഫ് നബിയും ഒന്നും മിണ്ടിയില്ല. അവരും പറഞ്ഞു ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓടിപ്പോയ അടിമയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ, അധിക വിലയൊന്നും വേണ്ട, കുറച്ച് വില മതി. അങ്ങനെ അവർ വിൽപ്പന ചരക്കാക്കി രഹസ്യമാക്കി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വെച്ചു. അതാണ് അസറൂഹു ബിദാഅതൻ, ഒരു കച്ചവട വസ്തു എന്നുള്ള നിലക്ക് അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യം മറച്ചു വെച്ചു. രണ്ടാമത്തെ തഫ്സീർ ഇതാണ് പ്രധാനപ്പെട്ട തഫ്സീർ. മുഹമ്മദ് ബിൻ ജരീർ ഉത്തബരി റഹിമഹുല്ല ഈ അഭിപ്രായമാണ് ശരിവെച്ചത്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും ഈ അഭിപ്രായത്തിലേക്കാണ് ചായ്വ് കാണിച്ചിട്ടുള്ളത്. അല്ലാഹു തബാറക വ തആല ആലം. രണ്ടാമത്തെ തഫ്സീർ, ഈ വെള്ളം കോരാൻ വേണ്ടി പോയ ആളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും എന്ത് ചെയ്തു? മറ്റു യാത്രക്കാരും ആ സംഘത്തിലുണ്ട്, അവരാണിവരെ അയച്ചത്. മറ്റു യാത്രക്കാരും ആ സംഘത്തിലുണ്ട്. അവരോട് ഇത് കിണറിൽ നിന്ന് കിട്ടിയതാണ് എന്ന കാര്യം അവർ മറച്ചുവെച്ചു. കാരണം അതിൻ്റെ ഒരു ഓഹരി, ഒരു പങ്ക് അവർ ചോദിക്കുമെന്ന് ഭയപ്പെട്ടിട്ട്. അതിൻ്റെ ഒരു ഓഹരി അഥവാ ഒരു സ്ഥലത്ത് പോയാൽ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് അടിമച്ചന്തയിൽ വിൽപ്പന നടത്തും. അങ്ങനെ വിൽപ്പന നടത്തിയാൽ കിട്ടുന്ന പണം അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ഞങ്ങളിത് പൈസ കൊടുത്ത് വാങ്ങിയതാണ്, ഞങ്ങൾ വെള്ളം കോരാൻ പോയപ്പോൾ അവിടെ വിൽപ്പനക്കുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയ പിന്നെ അത് അവരുടെ മുതലാണ്, ഷെയർ ചെയ്യേണ്ടതില്ല. എന്നാൽ വെറുതെ കിട്ടിയതാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ പൈസ കൊടുത്ത് വാങ്ങി എന്നുള്ള നിലക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യം രഹസ്യമാക്കിയതാണ് എന്നും ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അതും വളരെ നല്ല ഒരു തഫ്സീർ തന്നെയാണ്. അസറൂഹു ബിദാഅതൻ. അല്ലമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വഅസറഹുൽ വാരിദൂന മിൻ ബഖിയത്തി സയ്യാറത്തി വഖാലു ഇഷ്തറൈനാഹു വതബദ്ദഅനാഹു മിൻ അസ്ഹാബിൽ മാഇ. വെള്ളത്തിൻ്റെ ആളുകളിൽ നിന്ന് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണെന്ന് പറഞ്ഞു. മഖാഫത അൻ യുശാരികൂഹും ഫീഹി ഇദാ അലിമു ഖബറഹു, അവർ അതിൽ പങ്കുചേരും, ഷെയർ ചോദിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു. ഖാലഹു മുജാഹിദുൻ വസ്സുദ്ദി വബ്നു ജരീറിൻ ഹാദാ ഖൗലുൻ. ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. വഖാല അൽ ഔഫി അൻ ഇബ്നു അബ്ബാസിൻ. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അൽ ഔഫി ഉദ്ധരിക്കുന്നത് വഅസറൂഹു ബിദാഅതൻ യഅനി ഇഖ്വത യൂസുഫ്, യൂസുഫ് നബിയുടെ സഹോദരങ്ങളാണ്. അസറു ഷഅനഹു, അവർ മറച്ചു വെച്ചു യൂസുഫ് നബിയുടെ കാര്യം. വഖതമു അൻ യകൂന അഖാഹും, സഹോദരങ്ങളാണ് എന്നുള്ളത് മറച്ചു വെച്ചു. വഖതമ യൂസുഫു ഷഅനഹു, യൂസുഫ് നബിയും മറച്ചു വെച്ചു. മഖാഫത അൻ യഖ്തുലഹു ഇഖ്വതുഹു, സഹോദരങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളയുന്നതിന്. വഖ്താറൽ ബൈഅ, അങ്ങനെ കച്ചവടം നടക്കട്ടെ എന്ന് ഇരുകൂട്ടരും തീരുമാനിച്ചു. അങ്ങനെയാണ് അവിടെ വിൽപ്പന നടന്നത്. വഅസറൂഹു ബിദാഅതൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വല്ലാഹു അലീമും ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. റഹ്മാനായ റബ്ബ് ഇതൊക്കെ കാണുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏത് ളുൽമ് നടന്നാലും ആ ളുൽമ് നടക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും, അല്ലാഹു എവിടെ? നിങ്ങളുടെ ദൈവം എവിടെ? കാരുണ്യവാനായ അല്ലാഹു എവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അല്ലാഹു അശ്രദ്ധനല്ല, അല്ലാഹു എല്ലാം അറിയുന്നുണ്ട്. പക്ഷേ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ളാലിമീങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ശ്രദ്ധിക്കുന്നില്ല എന്ന് ആരും കരുതണ്ട. കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോകുന്ന ഭയാനകരമായ ഒരു ദിവസത്തിലേക്ക് അവരുടെ കാര്യം അല്ലാഹു മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ളാലിമീങ്ങളെ പൂർണ്ണമായും പിടിക്കാൻ അല്ലാഹു ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഖിയാമത്ത് നാൾ. ആ നാളിലേക്ക് അല്ലാഹു ചിലരെ നീട്ടിവെക്കും, ചിലരെ ഇവിടുന്ന് തന്നെ പിടിക്കും. അത് റബ്ബിൻ്റെ മശീയത്തിൽപ്പെട്ടതാണ്.
അതുകൊണ്ട് തന്നെ അള്ളാഹു ഇടപെടുന്നില്ല എന്നതുകൊണ്ട് അള്ളാഹു അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും വല്ലാഹു അലീമും ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അദ്ദേഹം പറഞ്ഞു വഫീ ഹാദാ തഅരീദുൻ ലിറസൂലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിലൂടെ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ്. വഇഅലാമുഹു ലഹു, പ്രവാചകനെ അറിയിക്കുകയാണ്, ബി അന്നനി ആലിമുൻ ബി അദാ ഖൗമിക്, നബിയെ താങ്കളുടെ സമുദായം ഖുറൈശികൾ താങ്കളെ ഉപദ്രവിക്കുന്നത് നാം അറിയുന്നുണ്ട്, അള്ളാഹു അതൊക്കെ കാണുന്നുണ്ട്. വ അന ഖാദിറുൻ അലൽ ഇൻകാരി അലൈഹിം, അവരെ എതിർക്കാനും അവരെ തടയാനും ഞാൻ കഴിവുള്ളവനാണ്. വലാകിന്നി സഉംലി ലഹും, എന്നാൽ ഞാൻ അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയാണ്. സുമ്മ അജ്അലു ലകൽ ആഖിബത വൽ ഹുക്മ അലൈഹിം, പിന്നീട് ശുഭകരമായ പര്യവസാനവും അവർക്ക് മേൽ വിധി പറയുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകൾക്ക് മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അധികാരം കൊടുത്തു. ഇന്ന് രക്തം ചിന്തുന്ന ദിവസമാണ്, ഇന്ന് കുഴപ്പമുണ്ടാകുന്ന ദിവസമാണ്. കാരണം ആ പ്രവാചകനെ നമ്മൾ അങ്ങേയറ്റം ഉപദ്രവിച്ചിട്ടുണ്ട്, നാട് കടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളിൽ പലരെയും നമ്മൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്, അനുചരന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രതികാര നടപടി എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ അതേ വേർഡാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങൾക്കെതിരിൽ ഒരു നടപടിയുമില്ല, ഇന്നേ ദിവസം നിങ്ങൾക്കെതിരിൽ ഒരു നടപടിയുമില്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, കാരണം എല്ലാ അധികാരവും കിട്ടി, ശിക്ഷിക്കാനുള്ള കഴിവുണ്ടായപ്പോഴാണ് മാപ്പെന്ന വാക്കിന് ശരിയായ അർത്ഥം വന്നത് ആ മുഹൂർത്തത്തിലാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാപ്പ് എന്ന വാക്കിന് അതിൻ്റെ എല്ലാ വിശാലതയിലും അതിൻ്റെ എല്ലാ ആഴത്തിലും പരപ്പിലുമുള്ള അർത്ഥം അത് അന്നാണ് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. അത്രയും വിശാലമായ മാപ്പ്. ആ നിലക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നതിലൂടെ ഈ അവസ്ഥയിൽ നിന്ന് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. പിന്നീട് താങ്കൾക്ക് ഉന്നതമായ ഒരവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കളെ എത്തിക്കുന്നതാണ് എന്ന അറിയിപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. കമാ ജഅൽതു ലി യൂസുഫൽ ഹുക്മ വൽ ആഖിബത അലാ ഇഖ്വതിഹി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൻ്റെ സഹോദരങ്ങൾക്കെതിരിൽ അള്ളാഹു ഹുക്മ നൽകിയതുപോലെ താങ്കൾക്കും നൽകും. ഇതെല്ലാം റബ്ബ് കാണുന്നുണ്ട് എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ സംഘം എന്ത് ചെയ്തു? വശറൗഹു, ഷറാ യശ്രി ഷിറൻ വശിറാഅ, ഷറ എന്ന് പറഞ്ഞാൽ വിൽപ്പന നടത്തുക. വാങ്ങുന്നതിനും ഈ വേർഡ് ഉപയോഗിക്കും. സത്യത്തിൽ ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ഇഷ്തറ യഷ്തരി ഇഷ്തിറാഅൻ, ഷറാ യശ്രി ഷിറാഅൻ. ക്രയവിക്രയം കൊടുക്കുന്നതിനും പറയാം, വാങ്ങുന്നതിനും പറയാം. സന്ദർഭമനുസരിച്ച് അതിനർത്ഥമുണ്ടാകും. വശറൗഹു, അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വിറ്റു. ബിസമനിൻ ബഖ്സിൻ, സമൻ എന്ന് പറഞ്ഞാൽ വില, ബഖ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞത്. ബഖ്സ് എന്ന് പറഞ്ഞാൽ ബഖസ എന്നതിൻ്റെ മസ്ദറാണ്. ബഖസ യബ്ഖസു ബഖ്സൻ, കുറവ് വരിക, വളരെ കുറഞ്ഞത്, വളരെ കുറഞ്ഞത്. വശറൗഹു ബിസമനിൻ ബഖ്സിൻ, വളരെ കുറഞ്ഞ വിലക്കവർ വിൽപ്പന നടത്തി. ദറാഹിമ മഅദൂദ, ചുരുങ്ങിയ വെള്ളിക്കാശിന്. ദിർഹമിൻ്റെ ജംആണ് ദറാഹിം. ദിർഹം ദറാഹിം, വെള്ളിക്കാശ്. ദറാഹിമ മഅദൂദ, എണ്ണാൻ പറ്റുന്ന അത്രയും കുറഞ്ഞ വെള്ളിക്ക് അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വിൽപ്പന നടത്തി. വക്കാനു ഫീഹി മിനസ് സാഹിദീൻ, വക്കാനു അവരായിരുന്നു, ഫീഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ, മിനസ് സാഹിദീൻ സുഹൃദുള്ളവരായിരുന്നു. സാഹിദ് എന്ന് പറഞ്ഞാൽ സഹിദ യസ്ഹദു സുഹ്ദൻ വസഹാദതൻ വസഹദ. സഹിദ യസ്ഹദു എന്ന് പറഞ്ഞാൽ വിരക്തി, താല്പര്യമില്ലായ്മ, ഭൗതിക വിരക്തി, താല്പര്യമില്ലായ്മ.
ലാഭത്തോട് ഇഷ്ടമില്ലാത്ത അവസ്ഥ, നേട്ടത്തോട് ഇഷ്ടമില്ലാത്ത അവസ്ഥക്കാണ് സുഹദ് എന്ന് പറയാം. സഹിദ യസ്ഹദു സഹാദ. സാഹിദ് എന്ന് പറഞ്ഞാൽ ആ നിലക്ക് വിരക്തിയുള്ള ആൾ. വക്കാനു ഫീഹി, അവർ യൂസുഫ് നബിയുടെ കാര്യത്തിലായിരുന്നു മിന സാഹിദീൻ, താല്പര്യമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ വിലക്കാണ് കൊടുത്തത്. അപ്പോൾ ഈ വിൽപ്പന ആര് നടത്തിയതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള രണ്ടഭിപ്രായം ഈ വിഷയത്തിലുമുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിൽപ്പന നടത്തിയത് ഇഖ്വത്തു യൂസുഫ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങളാണ്. വശറൗഹു ബിസമനിൻ ബഖ്സിൻ, വളരെ കുറഞ്ഞ വിലക്ക്. ദറാഹിമ മഅദൂദ, അന്നത്തെ നാണയമാണ്. ദിർഹം, വെള്ളിക്കാശ്, ചെറിയ വെള്ളിക്കാശ്. അതാണ് മഅദൂദ എന്ന് പറഞ്ഞത്. കാരണം അക്കാലഘട്ടത്തിൽ 40 വരെയുള്ള ദിർഹം എണ്ണിയും 40-ന് മേലെയുള്ളത് തൂക്കിയുമായിരുന്നു കണക്കാക്കിയിരുന്നത്. ശ്രദ്ധിക്കുക, 40 വരെ ചെറിയ എണ്ണമായിട്ടാണ് കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ 40 വരെ എണ്ണി കണക്കാക്കും, 40 കഴിഞ്ഞതാണെങ്കിൽ തൂക്കി കണക്കാക്കും. അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇവിടെ മഅദൂദ എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി എണ്ണിക്കണക്കാക്കാവുന്ന എണ്ണമാണ് എന്ന് പറഞ്ഞാൽ 40-ൽ കുറവ് ദിർഹമിനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അവർ വിൽപ്പന നടത്തിയത്. സാധാരണ കാലഘട്ടത്തിൽ ഒരു അടിമക്ക്, ഒരു അടിമ ബാലന് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിലയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് അടിമമോചനം ഇസ്ലാം വലിയ പുണ്യകർമ്മമായി പഠിപ്പിച്ചത്. കാരണം ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം പണം കൊടുക്കണം, എന്നാലേ അടിമയെ മോചിപ്പിക്കാൻ പറ്റുള്ളൂ. അത്രയും വിലപിടിപ്പുള്ളതാണ് അടിമ എന്ന് പറയുന്നത്. ഇസ്ലാം അടിമത്തത്തെ അംഗീകരിക്കുന്നില്ല. സ്വതന്ത്രനായ ഒരാളെ പിടിച്ച് അടിമയാക്കാൻ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വല്ലവരും അടിമകളാണെങ്കിൽ അവരെ മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാൻ സാധിക്കും. ഏതായിരുന്നാലും ശരി, വളരെ ചുരുങ്ങിയ ദിർഹമിന് 40-ൽ കുറഞ്ഞ ദിർഹമാണ്. 20 22 പറയപ്പെട്ടിട്ടുണ്ട്. അഥവാ 11 സഹോദരങ്ങൾ ഈ 2 ദിർഹം വീതം വീതിച്ചെടുത്തു എന്നാണ്. 2 ദിർഹം. കാരണം 11 സഹോദരങ്ങളുണ്ട്, ഓരോരുത്തരും ഈ 2 ദിർഹം വീതം. അങ്ങനെ 22 ദിർഹമിനാണ് വിൽപ്പന നടത്തിയത്. കാരണം വകാനൂ ഫീഹി മിനസ്സാഹിദീൻ, കാരണം അവർക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ സുഹൃദായിരുന്നു, താല്പര്യമില്ല. കാരണം അവർ മുഫസ്സിരിങ്ങൾ പറഞ്ഞതുപോലെ വെറുതെ കൊടുക്കാനും അവർ തയ്യാറായിരുന്നു. എന്നാലും അത് സംശയമില്ലാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ചെറിയ വിലക്ക് കൊടുത്തതാണ്. വെറുതെ കൊടുക്കാനും അവർ തയ്യാറാണ്. കാരണം അവർക്ക് യൂസുഫ് നബിയെ വീട്ടിൽ വേണ്ട, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇവിടെ ഈ കച്ചവട സംഘത്തിന് യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ വിറ്റതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്നതാണ് പ്രബല അഭിപ്രായം. എന്നാൽ ഈ കച്ചവട സംഘം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈജിപ്തിലെ അൽ അസീസിന്, പ്രതാപിയായ ആ രാഷ്ട്രത്തിലെ മന്ത്രിക്ക് വിറ്റതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നും അഭിപ്രായമുണ്ട്. രണ്ടാണെങ്കിലും അത് രണ്ടും സംഭവിച്ച കാര്യമാണ്, സംശയമില്ല. എന്നാൽ ഇവിടെ വക്കാനു ഫീഹി മിനസ്സാഹിദീൻ എന്ന പ്രയോഗത്തിൽ നിന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ സുഹദ് ആർക്കേ ഉണ്ടായിട്ടുള്ളൂ? യൂസുഫ് നബിയുടെ സഹോദരങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ കച്ചവട സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇതവർ മറ്റുള്ളവരിൽ നിന്ന് പോലും മറച്ചു വെച്ചത് എന്തിനാണ്? അവർക്കതിൻ്റെ പൈസ മുഴുവൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ യൂസുഫ് നബിയുടെ കാര്യത്തിൽ സാഹിദീങ്ങളല്ല, സുഹദ് സഹോദരങ്ങൾക്കാണുള്ളത് എന്ന ഒരു ന്യായം, യുക്തി പറഞ്ഞുകൊണ്ടാണ് പല മുഫസ്സിറുകളും ഇത് സഹോദരങ്ങൾ കച്ചവട സംഘത്തിന് വിറ്റതിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തബാറക വ തആല അഅലം. രണ്ടാണെങ്കിലും 2 വിൽപ്പനയും നടന്നിട്ടുണ്ട് എന്നതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാല അല്ലദി ഇശ്തറാഹു മിൻ മിസ്ര. വഖാല പറഞ്ഞു, ആര് പറഞ്ഞു? അല്ലദി, ഒരാൾ, ഇശ്തറാഹു, ആ വ്യക്തിയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വിലക്ക് വാങ്ങിയത്. എവിടെ വെച്ച് വാങ്ങിയത്? മിൻ മിസ്ര, മിസ്റിൽ വെച്ച് വാങ്ങിയ ആൾ. അപ്പോൾ അതല്ലാതൊരു കച്ചവടം വേറെ നടന്നു എന്നൊരു സൂചന അതിലുണ്ട്. വഖാല അല്ലദി ഇശ്തറാഹു മിൻ മിസ്ര, മിസ്റിൽ വെച്ച്, ഈജിപ്തിൽ വെച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വിലക്ക് വാങ്ങിയ ആൾ പറഞ്ഞു, ലിംറഅതിഹി, തൻ്റെ പെണ്ണിനോട് അഥവാ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, അക്രിമീ മസ്വാഹു. അക്രമ യുക്രിമു ഇക്രാമൻ. അക്രമ എന്ന് പറഞ്ഞാൽ ആദരിക്കുക.
ആദരിക്കുക, ബഹുമാനിക്കുക, നല്ല നിലക്കാക്കി തീർക്കുക. അക്രിമി, നീ നല്ല സൗകര്യം ചെയ്തു കൊടുക്കണം. മസ്തുവാഹു, അവൻ്റെ താമസിക്കുന്ന സ്ഥലം, റൂം, മൻസിലത്ത്, അവൻ്റെ റൂം, അവൻ്റെ ബെഡ്റൂം, അവന് കിടക്കാനുള്ള സൗകര്യം നീ നല്ലത് തന്നെ നൽകണം. മസ്വ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന, അതല്ലെങ്കിൽ അഭയം തേടുന്ന സ്ഥലത്തിനാണ് മസ്വ, അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തിനാണ് മസ്വ എന്ന് പറയുന്നത്. സവാ യസ്വി സവാ എൻ വസുവിയ. സവ എന്ന് പറഞ്ഞാൽ താമസിക്കുക, യസ്വി സവാ എൻ. മസ്വ എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം. അവന് കിടക്കാനുള്ള റൂം നീ നന്നാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അസ അൻ യൻഫഅന, ഒന്നുകിൽ നമുക്ക് ഇവനെ നമ്മുടെ കാര്യത്തിന് ഉപയോഗപ്പെടുത്താം. നഫഅ യൻഫഉ നഫഅൻ, ഉപകാരപ്പെടുക. അസ അൻ യൻഫഅന, അവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. ഒരു ഖാദിമായിട്ട്, ഒരു അടിമയായിട്ട് നമുക്ക് ഖിദ്മത്തിന് വേണ്ടി ഈ കുട്ടിയെ ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ ഔ നത്തഖിദഹു വലദ, നമുക്കൊരു മകനായി ഇവനെ സ്വീകരിക്കാം. ഇത്തഖദ യത്തഖിദു ഇത്തിഖാദൻ, സ്വീകരിക്കുക. ഔ നത്തഖിദഹു വലദ, നമുക്ക് മകനായി സ്വീകരിക്കാം. വകദാലിക്, അപ്രകാരം മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഭൂമിയിൽ നാം തംകീൻ നൽകി. മക്കന യുമക്കിനു തംകീൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് സ്ഥിരവാസവും സൗകര്യങ്ങളും ജീവിക്കാനുള്ള നല്ല ചുറ്റുപാടുകളും ഒരുക്കുന്നതിനാണ്, മക്കാൻ റെഡിയാക്കി കൊടുക്കുന്നതിനാണ് മക്കന്ന എന്ന് പറയുക. മക്കന യുമക്കിനു തംകീന വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ്. അങ്ങനെ ആ നാട്ടിൽ, ആ പ്രദേശത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നാം താമസ സൗകര്യം നൽകി. മാത്രമല്ല, നൽകുവാൻ വേണ്ടി വലിനുഅല്ലിമഹു, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ പഠിപ്പിക്കാൻ വേണ്ടിയും, അല്ലമ യുഅല്ലിമു തഅലീമൻ, പഠിപ്പിക്കാൻ വേണ്ടി, വലിനുഅല്ലിമഹു, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ പഠിപ്പിക്കാൻ വേണ്ടി, മിൻ തഅ്വീലിൽ അഹാദീസ്, അഹാദീസുകളുടെ തഅ്വീൽ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് അഹാദീസ്. ഹദീസിൻ്റെ ജംആണ് അഹാദീസ്. തഅ്വീൽ എന്ന് പറഞ്ഞ വ്യാഖ്യാനം, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. വല്ലാഹു ഗാലിബുൻ അലാ അംരി, അള്ളാഹു അവൻ്റെ കാര്യത്തിൽ വിജയിക്കുന്നവനാകുന്നു. ഗലബ യഗ്ലിബു ഗലബൻ, ഗാലിബ് എന്ന് പറഞ്ഞാൽ വിജയിക്കുക. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അള്ളാഹു അവൻ്റെ അമ്രിൽ, അവൻ്റെ കൽപ്പനകളിൽ, അവൻ്റെ കാര്യത്തിൽ അള്ളാഹു വിജയിക്കുന്നവനാകുന്നു. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, എന്നാൽ മഹാഭൂരിപക്ഷം മനുഷ്യന്മാർക്കും അതിനെക്കുറിച്ച് അറിവില്ല, അവർക്കറിയില്ല. ആ മഹായാഥാർത്ഥ്യം ആളുകൾ അറിയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, വഖാലല്ലദി ഇശ്തറാഹു മിൻ മിസ്റ ലിംറഅതിഹി, മിസ്റിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വാങ്ങിയ വ്യക്തി. മുഫസ്സിറുകൾ ആ വ്യക്തിയുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലതും ബൈബിളിൽ നിന്നാണ്. അല്ലാഹു ആലം. വദുകിറ അന്നസ്മഹു ഖത്ഫീർ, അത് വാങ്ങിയ അസീസിൻ്റെ പേര് ഖത്ഫീർ എന്നായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് അങ്ങനെ വന്നിട്ടുള്ളത്. മറ്റൊരു റിവായത്തിലുള്ളത് ഇന്നസ്മഹു ഇത്ഫീർ ഇബ്നു റൂഹീബ്, ഖത്ഫീർ അല്ല ഇത്ഫീറാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വഹുവൽ അസീസ്, ആ വ്യക്തിയാണ് ഖുർആനിൽ പറഞ്ഞ അൽ അസീസ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ഇത്ഫീർ ഇബ്നു റൂഹീബ് എന്നാണ്. വകാന അല ഖസാഇനി മിസ്ർ, ഈജിപ്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു ആര്? ഈ അൽ അസീസ്, അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ്, ഏറ്റവും വലിയ ചുമതലയുള്ള ആൾ ആയിരുന്നു അൽ അസീസ്. വകാനൽ മലിക്കു യൗമഇദിൻ, എന്നാൽ രാജാവ് വേറെ ആളായിരുന്നു. അർ റയ്യാൻ ഇബ്നുൽ വലീദ് റജുലൻ മിനൽ അമാലീഖ്, റയ്യാൻ ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന അദ്ദേഹം മുസ്ലിമായിരുന്നു എന്ന് ചില റിവായത്തിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് അവിടുത്തെ രാജാവ് മുസ്ലിമായിരുന്നു. അല്ലാഹു ആലം. എന്തായിരുന്നാലും ആ രാജാവിൻ്റെ കീഴിലെ വലിയ ഒരു സ്ഥാനമുള്ള മന്ത്രിയാണ്, വസീറാണ് ഈ അൽ അസീസ് എന്ന് പറയുന്ന ഈ വ്യക്തി. അദ്ദേഹം ഒന്നുകിൽ ഖത്ഫീറാണ് അല്ലെങ്കിൽ ലുത്ഫീറാണ് എന്ന് പല തഫ്സീറിലും കാണുന്നു. പേരറിയുന്നതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല.
അപ്പോൾ വഖാലല്ലദി ഇശ്തറാഹു മിൻ മിസ്റ ലിംറഅതിഹി, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു. ആരാണ് ഭാര്യ? റാഈൽ ബിൻതു റാഈൽ എന്ന് പറയുന്നൊരു സ്ത്രീയാണ് എന്നാണ് അധിക തഫ്സീറിലും കാണുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഖാല ഗൈറുഹു ഇസ്മുഹാ സുലൈഖ, ഇസ്മുഹാ സുലൈഖ. അപ്പോൾ സുലൈഖയാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അധികവും കാണുന്നത് റാഈൽ ബിൻതു റാഈൽ എന്ന പേരിലുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരായിരുന്നു അവരുടെ ഭാര്യ. ആ ഭാര്യയോട് പറഞ്ഞു, അഖ്രിമീ മസ്വാഹ്, ഇവൻ്റെ താമസ സ്ഥലം നീ നല്ലത് നൽകണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സാധാരണ നിലക്ക് അടിമകളായി വില കൊടുത്ത് വാങ്ങുന്നവർക്ക് നല്ല താമസ സൗകര്യമുണ്ടാവില്ല. അവർക്ക് വളരെ മോശമായ താമസ സൗകര്യം, മോശമായ ഭക്ഷണം, മോശമായ നിലക്കുള്ള പെരുമാറ്റമാണ് പൊതുവെ നൽകപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അടിമ സമ്പ്രദായത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ആദ്യ പടി എന്നോണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരെ കൂടെ ഇരുത്തണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് അവരെയും കൊണ്ടുവരണം. അടിമയുടെ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ആ നിലക്ക് അവർ മതത്തിലും അല്ലാതെയും നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന കാര്യം പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു ഒരു തലമുറയെ, ആദ്യ തലമുറയെ ഇസ്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു അടിമയായി ഇവനെ നീ കാണരുത്. അതുകൊണ്ട് തന്നെ സാധാരണ നിലക്കുള്ള ഒരു അതിഥിക്ക് നൽകുന്നത് പോലെയുള്ള എല്ലാ നല്ല താമസ സൗകര്യവും ഭക്ഷണവും എല്ലാം ഈ കുട്ടിക്ക് കൊടുക്കണം. അക്രിമി മസ്വാഹു, അതൊന്നാമത്തെ പരിഗണനയായിരുന്നു. നോക്കൂ നിങ്ങൾ, കിണറിൽ നിന്ന് സഹോദരങ്ങളെല്ലാവരും ഉപദ്രവിച്ച് കിണറ്റിലിട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. കിണറിൻ്റെ ആഴങ്ങളിൽ നിന്നും ഇരുട്ടിൽ നിന്നും കൊട്ടാരത്തിൻ്റെ വെളിച്ചത്തിലേക്കും വിശാലതയിലേക്കും പ്രവിശാലതയിലേക്കും അള്ളാഹു കൊണ്ടുചെന്നു. ശേഷം ആ വ്യക്തി പറയുന്ന എന്താണ്? ഏറ്റവും നല്ല താമസ സൗകര്യം കൊടുക്കണം എന്നാണ്. കിണർന്ന് രക്ഷപ്പെട്ട് കൊട്ടാരത്തിലെ ബെഡ്റൂമിലെത്തുകയാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അടുത്തത് അസാ അൻ യൻഫഅന, നമുക്ക് ഏതെങ്കിലും നിലക്ക് ഉപകാരപ്പെടും. ഔ നത്തഖിദഹു വലദ, നമുക്ക് കുട്ടിയായി സ്വീകരിക്കാം. അത് വലിയൊരു സ്ഥാനമാണ്. ഒരു കുട്ടിയെ വില കൊടുത്ത് വാങ്ങിയിട്ട് മകനെപ്പോലെ കരുതുക എന്നുള്ളത് അസംഭവ്യമായൊരു കാര്യമാണ്. പക്ഷേ ഇവനെ നമുക്കല്ലെങ്കിൽ മകനായി സ്വീകരിക്കാം. അപ്പോൾ അത്രയും വലിയ ഒരു രാജകൊട്ടാരത്തിലെ ഇത്രയും വലിയ സ്ഥാനമുള്ള ഒരു മന്ത്രി സ്വന്തം മകനായി പരിഗണിക്കുക എന്ന് പറയുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്ഥാനം വീണ്ടും ഉയരുകയാണ്. അപ്പോൾ അത്ര വരെ അവർ തീരുമാനിച്ച കാര്യമാണ്. അതാണ് ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വകദാലിക്, അപ്രകാരം മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭൂമിയിൽ നാം തംകീന് നൽകി, സ്വാധീനം നൽകി. അവിടുത്തെ വലിയ സ്ഥാനമാനങ്ങളും ബഹുമാനവും കിട്ടുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്, പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രണ്ട് യുസറിനെ ഒരു ഉസർ മറികടക്കൂല. രണ്ട് എളുപ്പത്തിൻ്റെ ഇടയിലെ ഒരു പ്രയാസം ഉണ്ടാവുന്നതാണ്. എളുപ്പം, പ്രയാസം, പിന്നെ എളുപ്പം, ഇങ്ങനെയാണ് രീതി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം വീട്ടിൽ വലിയ ബഹുമാനവും ആദരവും ഉണ്ടായി. അതിനുശേഷം കുറഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു പരീക്ഷണമുണ്ടായി. വീണ്ടും രാജകൊട്ടാരത്തിൽ വീണ്ടും ബഹുമാനാദരവുകൾ ലഭിച്ചുകൊണ്ട് വളരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ്, അപ്രകാരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം സ്വാധീനം നൽകി. അതിനു പുറമെ വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും നാം ഉദ്ദേശിക്കുകയും അദ്ദേഹത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല, വലിയ അറിവുള്ള കാര്യമാണ്. അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അക്കാലഘട്ടത്തിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഓരോ കാലഘട്ടത്തിലും ഓരോ മുഅ്ജിസത്തുകളാണ്. ഓരോ കാലഘട്ടത്തിലും ആ നാട്ടിലെ ആളുകൾ പരിഗണിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ സിഹിറിൻ്റെ മജീഷ്യന്മാർക്കായിരുന്നു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ വൈദ്യത്തിലായിരുന്നു ആളുകൾ അധികം റിസർച്ചുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവിടെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചില പ്രവർത്തനങ്ങൾ അത്ഭുതകരമായി, മുഅ്ജിസത്തായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സാഹിത്യകാരന്മാരായിരുന്നു കൂടുതലും, കവികൾ, വലിയ വലിയ കവിതയുള്ള ആളുകൾ. എന്നതുപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ സ്വപ്നവ്യാഖ്യാനമായിരുന്നു. അവിടെ ആ രാജാവ് കണ്ട, അസീസ് കണ്ട സ്വപ്നം പോലും എന്താണ്, അവിടെയുള്ള കൊട്ടാരത്തിൽ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആളുകളായി പ്രത്യേക സ്ഥാനത്തുള്ള ആളുകൾ പോലും പറഞ്ഞത് വമാ നഹ്നു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ, ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവരെല്ലാവരും കൂടിയിട്ട് അവർക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ ആരാ പറഞ്ഞു കൊടുത്തത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അതിനുവേണ്ടി പ്രത്യേകം അയക്കുകയാണ്. അപ്പോൾ അവരൊക്കെ തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള സ്വപ്ന വ്യാഖ്യാനം പറയാൻ സാധിക്കുന്നത് അത് പ്രവാചകന്മാർക്ക് മാത്രം സാധിക്കുന്ന, നുബുവത്തുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉയർത്തി. അപ്പോൾ ആ നിലക്ക് ആ കാലഘട്ടത്തിലെ വളരെ വലിയ വിജ്ഞാന ശാഖകളിൽ ഒന്നിനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ്. ഉലമാക്കൾ പറയുന്നത്, മനുഷ്യന് ഉയർച്ചയുണ്ടാകുന്നത്, റിഫാത്ത് ഉണ്ടാകുന്നത് പരീക്ഷണങ്ങൾക്കും ക്ഷമകൾക്കും ശേഷമാണ്. നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയും അതിൽ നിങ്ങൾ ക്ഷമിക്കുകയുമാണെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാൾ സിയാദത്താണ് അള്ളാഹു നൽകുക. അൽഹംദുലില്ലാഹ്, നേരത്തെ ഉള്ളതിനേക്കാൾ സിയാദത്താണ് നൽകുക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണങ്ങൾക്ക് വിധേയമായി മദീനയിലേക്ക് നാട് വിട്ടുപോയി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. വ അനഖ്തറതുക, തെരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സ്വർഗ്ഗലോകത്ത് വെച്ച് തെറ്റുപറ്റി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു. പിന്നീട് പറഞ്ഞു, നാം താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അക്ഷരാർത്ഥത്തിൽ അഗ്നിപരീക്ഷയ്ക്ക് വിധേയമായ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ലോകത്തിന് മനുഷ്യർക്ക് താങ്കൾ ഇമാമാക്കിയിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, ബേജാറുകൾ, വേർപാടുകൾ, ഒറ്റപ്പെടലുകൾ ഇതെല്ലാം അനുഭവിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളിലേക്കും കൊണ്ടുപോയി സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറത്തേക്ക് വരെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സിദ്റത്തുൽ മുൻതഹൻ്റെ അടുത്ത് വരെ എനിക്ക് വരാൻ പറ്റുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് നബിയെ താങ്കൾക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ. മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോലും അവിടെ നിന്നിടത്തുനിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് പോവുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ളഹ്റക് വറഫഅനാ ലക ദിക്റക് ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. നബിയെ, താങ്കളുടെ ഹൃദയത്തിന് വിശാലത നൽകി, താങ്കളുടെ മുതുകിന് വലിയ ഭാരമുണ്ടായിരുന്നു, അള്ളാഹു അതൊക്കെ മാറ്റിത്തന്നു. താങ്കളുടെ ദിക്റിനെ അള്ളാഹു ഉയർത്തി. എന്നിട്ടാണ് ആ പൊതുതത്വം പറഞ്ഞത്, ഫ ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അതുകൊണ്ട് തന്നെ 2 എളുപ്പത്തെ ഒരു പ്രയാസം മറികടക്കുകയില്ല. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവിടെ സൗകര്യം നൽകി എന്നതിന് പുറമെ അള്ളാഹു വിജ്ഞാനം കൊണ്ട് അനുഗ്രഹിച്ചു. ഇവിടെ വലിയ അനുഗ്രഹമായി അള്ളാഹു പറഞ്ഞത് എന്താണ്? ഇൽമാണ്. കാരണം ഇൽമിൻ്റെ മേലെ ഒന്നുമില്ല, അറിവിൻ്റെ മേലെ ഉയർന്നു നിൽക്കുന്ന ഒന്നുമില്ല. ശ്രദ്ധിക്കുക, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ. ഇൽമുള്ളവരെയും ഈമാനുള്ളവരെയും അള്ളാഹു പദവികൾ ഉയർത്തും. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ വിജ്ഞാനം നൽകും. മതത്തിൽ ആ വ്യക്തിക്ക് അള്ളാഹു വിജ്ഞാനം നൽകും. ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ?
ഒരിക്കലും അങ്ങനെ ആവുകയില്ല. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയല്ല. അറിവുള്ളവർക്ക് ഒരുപാട് ദറജകളുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചതെന്താണ്? അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ഒരു സൃഷ്ടിയെയാണോ റബ്ബെ നീ സൃഷ്ടിക്കാൻ പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമുൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. എന്നിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഹത്വം എങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറദഹും അലൽ മലായിക ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹാഉലാ ഇൻ കുൻതും സാദിഖീൻ. ആദം നബിക്ക് പേരുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മുഴുവൻ അസ്മാകളും മെമ്മറിയിൽ നിന്നെടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഇൽമാണ്, ഇൽമ് മുഴുവൻ പറഞ്ഞു കൊടുത്തു. ആ ഇൽമ് മുഴുവൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളുടെ മുമ്പിൽ ഒന്നൊന്നായി പറയാൻ തുടങ്ങി, മെമ്മറിയിൽ നിന്ന്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, ഇനി നിങ്ങളൊന്നാ പേര് പറയും. മലക്കുകൾക്ക് സാധിച്ചു, അവർ കേൾക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പേരുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പേരുകളെല്ലാം മലക്കുകൾ കേൾക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ പേര് പറഞ്ഞപ്പോൾ അതെല്ലാം മലക്കുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ആദം നബിക്ക് ഹിഫ്ളായതുപോലെ മലക്കുകൾക്ക് ഹിഫ്ളായില്ല. അവർ പറഞ്ഞു, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, റബ്ബേ നീ പഠിപ്പിച്ചതല്ലാത്ത ഒരറിവും ഞങ്ങൾക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തത് ആദം നബിയുടെ മഹത്വം ഇൽമാണ്, മനുഷ്യൻ്റെ മഹത്വം ഇൽമാണ്. എവിടെ മനുഷ്യൻ ഇൽമിനു വേണ്ടി പോകുന്നുവോ അപ്പോഴേക്കും അവിടേക്ക് മലക്കുകൾ വരാനുള്ള കാരണവും അതാണ്. താലിബുൽ ഇൽമിൻ്റെ മേലെ ചിറകുകൾ വിരിച്ചുകൊണ്ട് മലക്കുകൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഖുർആനിൻ്റെ ഈ സദസ്സിലും മലക്കുകളുണ്ട്. അവർ അവരുടെ ചിറകുകൾ വിരിച്ചുകൊണ്ട് ഒന്നാമത്തെ ആകാശം വരെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാഞ്ഞിട്ടാണ്. അസ്വാദിഖുൽ മസ്ദൂഖ്, സത്യസന്ധനായ സത്യപ്പെടുത്തപ്പെട്ടവനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ സദസ്സിൽ മലക്കുകളുണ്ട്. ആ മലക്കുകൾ ആ സദസ്സിന് വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇൽമിൻ്റെ മഹത്വം കൊണ്ടാണ്. ഇൽമ് പറയപ്പെടുന്ന സദസ്സുകളിൽ മലക്കുകൾ നിറഞ്ഞു നിൽക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു അങ്ങനെയുള്ള വലിയൊരു സ്ഥാനം നൽകി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അള്ളാഹു അവൻ്റെ ഏത് കാര്യങ്ങളിലും റബ്ബ് വിജയിക്കും. പടച്ച റബ്ബിനൊരു തീരുമാനമുണ്ട്, ആ തീരുമാനത്തിലേക്ക് അള്ളാഹു എത്തിക്കും. ക്ഷമയോടെ പ്രതീക്ഷിച്ച് നിൽക്കണം, അക്ഷമരാവരുത്. അള്ളാഹു അവൻ്റെ തീരുമാനങ്ങളിൽ വിജയിക്കും, ഒരാൾക്കും തടുക്കാൻ കഴിയില്ല. ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത, റബ്ബ് നൽകിയതിനെ തടയാനോ റബ്ബ് തടഞ്ഞതിനെ നൽകാൻ ആർക്കും കഴിയില്ല. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അള്ളാഹു അവൻ്റെ കാര്യത്തിൽ വിജയിക്കും. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, എന്നാൽ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അറിവില്ലാത്തവരാണ്. പടച്ച റബ്ബിൻ്റെ ഹിക്മത്ത് വളരെ വലുതാണ്. നിങ്ങൾ നോക്കൂ, ഫിറഔൻ എല്ലാ പൈസയും ചെലവാക്കിയിട്ട് എല്ലാ നാട്ടിൽ നിന്നും സാഹിറന്മാരെ കൊണ്ടുവന്നു. ആരെ തോൽപ്പിക്കാൻ? മൂസാ നബിയെ തോൽപ്പിക്കാൻ. എന്നിട്ട് എന്താ ഉണ്ടായത്? അവരെല്ലാവരും ഇസ്ലാം സ്വീകരിക്കുക ചെയ്തത്. ഫിറഔൻ്റെ ചെലവിൽ അവർ ഇസ്ലാം സ്വീകരിച്ചു. അള്ളാഹു ഫിറഔനെ കൊണ്ട് പൈസ മുഴുവൻ ചെലവാക്കിപ്പിച്ചു. എന്തിന്? ഇത്രയും ആളുകളെ ഇസ്ലാം സ്വീകരിക്കാൻ. ഫിറഔൻ യഥാർത്ഥത്തിൽ വിഡ്ഢിത്തമാണ് ചെയ്തത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇത്രയും ആളുകൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നോ? കാരണം ഇന്ത്യയിൽ നിന്ന് വരെ സാഹിറന്മാർ വന്നിട്ടുണ്ടെന്നാണ്. ഇന്ത്യയിൽ നിന്നും മറ്റു പല നാട്ടിൽ നിന്നും. ആ നാടുകളിലേക്കൊക്കെ പോകാൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഏതായാലും പറ്റൂല. അപ്പോൾ എന്ത് ചെയ്തു? അവരെയൊക്കെ അള്ളാഹു മൂസാ നബീൻ്റെ അടുത്തേക്ക്, ഫിറഔൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഫിറഔൻ്റെ ചെലവിൽ ഫിറഔൻ കൊണ്ടുവന്ന് മൂസാ നബിക്ക് ആളുകളാക്കി കൊടുത്തു. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അള്ളാഹു അവൻ്റെ കാര്യത്തിൽ വിജയിക്കും, മഹാഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചോട്ടെ, ഇസ്ലാം അതെത്തേണ്ടിടത്തിൽ അള്ളാഹു എത്തിക്കും. അതിനുള്ള അള്ളാഹുവിൻ്റെ ഹിക്മത്താണത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പരിഹസിക്കുന്ന ബിദ്അത്തിന്റെ ആളുകൾ ഒരു കാലഘട്ടത്തിലും വിജയിച്ചിട്ടില്ല, അവർ വിജയിക്കുകയുമില്ല. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ളാഹിരീന അലൽ ഹഖ്, സത്യത്തിൽ അവർക്ക് ളുഹൂർ ഉണ്ടാകും, അവർക്ക് വിജയം ഉണ്ടാകും. അതുകൊണ്ട് വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തിനും അതിനെ സംബന്ധിച്ച് അറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിൻ്റെ മഹത്വവും അവൻ്റെ വലിപ്പവും
അവൻ്റെ ഖളായിലും ഖദറിലുമുള്ള അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും പഠിക്കുന്നതിലൂടെ, ഈ ചരിത്രങ്ങൾ പഠിക്കുന്നതിലൂടെ ഒരുപാട് ഗുണപാഠങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കും.